വടക്കൻ കേരളത്തിൽ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. 4 ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകൾക്കാണ് മഴ മുന്നറിയിപ്പ്. വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. സുനിഷ അയ്യലൂരുണ്ട്. സുനിഷ, ഇന്നലെ ഇപ്പോൾ തിരുവനന്തപുരത്ത് വലിയ മഴയായിരുന്നു. മാത്രമല്ല അത് വൈദ്യുതി മുടങ്ങുന്നതിലേക്കൊക്കെ എത്തിക്കുകയും ചെയ്തു. വടക്കൻ കേരളത്തിലാണോ ഇനി മഴ ശക്തമാകാൻ പോകുന്നത്? എന്താണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്? വിനിത, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം വടക്കൻ കേരളത്തിൽ മഴ ശക്തമാകാനുള്ള സാധ്യത തന്നെയാണ്. അത് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് മഴയ്ക്കുള്ള സാധ്യത പറയുന്നത്. ഈ 4 ജില്ലകൾക്കും നിലവിൽ ഇപ്പോൾ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് ഒരു ഭാഗത്ത് നൽകുന്നത്. ഒപ്പം തന്നെ അടുത്ത 3 മണിക്കൂറിൽ തെക്കൻ കേരളത്തിൽ, അതായത് തെക്കൻ കേരളത്തിലും മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കുന്നുണ്ട്. നേരത്തെ കഴിഞ്ഞ ദിവസമൊക്കെ ഈ 3 മണിക്കൂറിലേക്ക് റെഡ് അലർട്ടും ഓറഞ്ച് അലർട്ടും ഒക്കെ പ്രഖ്യാപിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണ്. ഇനി വരും മണിക്കൂറുകളിൽ ഓരോ ജില്ലകളിലും മഴ കനക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അലർട്ടുകളിൽ വ്യത്യാസം വരാമെന്നുള്ളതാണ്. ഇനി അങ്ങോട്ട് ഒരു 5 ദിവസത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ 5 ദിവസവും മഴയ്ക്കുള്ള സാധ്യത കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട്. വടക്കൻ കേരളത്തിൽ തന്നെയായിരിക്കും മഴ കനക്കുക. ഒപ്പം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഈ ഉയർന്ന തിരമാല, കടലാക്രമണ സാധ്യതയൊക്കെ നിൽക്കുന്നുമുണ്ട്. പ്രധാനമായും കേരള തീരത്ത് നിലവിൽ മറ്റ് ബുദ്ധിമുട്ടുകളില്ല. മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടില്ല. പക്ഷേ കന്യാകുമാരി, തമിഴ്നാട് തീരത്ത് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ അതിന്റെ ഫലമായി ഒരുപക്ഷെ ഈ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. അത്തരത്തിൽ തീരദേശത്തുള്ളവരും ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം നൽകുന്നുണ്ട്. വിനീത, ശരി സുനിഷയാണ് വിശദാംശങ്ങൾ നൽകി.